ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തടി കുറയ്ക്കാനായിട്ട് വിവിധ ഡയറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സാലഡ് ഡയറ്റ്. ഒരു നേരത്തെ ഭക്ഷണമായിട്ടോ ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുന്നവർക്ക് അതിന് പകരമായിട്ട് സാലഡ് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും, വയറ് നിറയ്ക്കാനും ശരീരം കൂളായിട്ടിരുത്താനും സാധിക്കും. ഡയറ്റ് ചെയ്യാത്തവർക്കും നമ്മുടെ ആഹാരത്തിൽ സാലഡ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ചെറുപയറോ വൻപയറോ അല്ലെങ്കിൽ കടലയോ നമുക്ക് നന്നായിട്ട് കഴുകി 10 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം വെള്ളം മാറ്റി മറ്റൊരു പാത്രത്തിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുളച്ച് കിട്ടും. ഇടയ്ക്ക് ഇത്തിരി വെള്ളമൊക്കെ തളിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ അടിയിൽ ഹോളുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളൊരു കുക്കുംബറും അതേപോലെ തന്നെ ഒരു ക്യാരറ്റും അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കുംബർ ശരീരം തണുക്കാനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ ചൂടുകാലത്തൊക്കെ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ കുരുക്കളൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അത്തരം പ്രശ്നങ്ങളുള്ളവരൊക്കെ കുക്കുംബർ കഴിക്കുന്നത് നല്ല റിസൾട്ട് കിട്ടാൻ സഹായിക്കുക, പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ സഹായിക്കും. വയറ് കുറയ്ക്കാനായിട്ടും ബെസ്റ്റാണ്. അപ്പോൾ കുക്കുംബർ നമ്മൾ തൊലിയൊക്കെ ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ ക്യാരറ്റാണ്. അതും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കണ്ണുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ക്യാരറ്റ് കഴിക്കുന്നത്. നിത്യേന നമുക്ക് കഴിക്കാവുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു വലിയ സവാള എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ മുളപ്പിച്ച ചെറുപയറല്ലേ, അത് ഞാൻ ഇതിനിടയ്ക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചൊന്ന് ആവിയേറ്റി എടുക്കാൻ പോവുകയാണ്. ചിലർക്ക് രാവിലെയൊക്കെ പുഴുങ്ങാത്ത അല്ലെങ്കിൽ വേവിക്കാത്ത പയർ ഒക്കെ മുളപ്പിച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നതായിരിക്കും. മുളപ്പിച്ച പയർ വിഭവങ്ങൾക്കൊക്കെ പോഷകമൂല്യം കൂടുമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പയർ വെറുതെ വേവിച്ചെടുക്കുന്നതിലും നല്ലത് ഇതേ രീതിയിൽ മുളപ്പിച്ചതിന് ശേഷം എടുക്കുന്നതാണ്. 1-2 പിടി ക്യാബേജ് ഞാനിവിടെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചക്കുത്തില്ലേ, ആ ടേസ്റ്റ് വ്യത്യാസം അത് നമുക്ക് മാറിക്കിട്ടും. അതുപോലെ ക്യാബേജ് നിങ്ങൾക്ക് വലുതായിട്ട് അരിയുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പയർ ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. പെട്ടെന്ന് ഇത് വേഗം വെന്ത് പോകരുത്, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു കുഞ്ഞ് ലൈക്ക് കൂടി ചെയ്തോളൂ. അപ്പോൾ നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് ക്യാബേജ്, അതേപോലെ തന്നെ ക്യാരറ്റ് അരിഞ്ഞത്, സവാള അരിഞ്ഞത്, കുക്കുംബർ അരിഞ്ഞത് ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ചെറുപയർ മുളപ്പിച്ചതില്ലേ, അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഉപ്പുപൊടി, അതുപോലെ തന്നെ അര നാരങ്ങയുടെ നീര്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് ഒരല്പം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, കൂടി പോകരുത് കേട്ടോ. നാരങ്ങ നീരിന് പകരമായിട്ട് നമുക്ക് തൈരും ചേർക്കാവുന്നതാണ്. ഇപ്പം ജങ്ക് ഫുഡ്സ്, മിക്സ്ചർ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ധാരാളം കഴിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, പെട്ടെന്ന് ഫുൾ സാലഡിലേക്ക് വരിക. കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ സാലഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരല്പം മിക്സ്ചർ കൂടി ഇട്ടിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കുക. അങ്ങനെ പതുക്കെ നമുക്ക് മിക്സ്ചറിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സാലഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ചോറ് കുറച്ചിട്ട് സാലഡ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. 1/4 ഭാഗം മാത്രം ചോറ് എടുക്കുക, ബാക്കി 3/4 ഭാഗം നമുക്ക് സാലഡ് എടുക്കാം. അപ്പോൾ ഇനി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഐറ്റത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക കേട്ടോ. കൂടുതൽ പേരും തക്കാളിയൊക്കെ ആയിരിക്കും പറയാൻ സാധ്യത. അപ്പോൾ തക്കാളിയൊക്കെ നമുക്ക് ഈ സാലഡിൽ ചേർക്കാം കേട്ടോ. എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.